ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരിക്കുകയാണ് കേട്ടോ. ലൈവിൽ ഇപ്പോൾ നമ്മുടെ അനീഷ് നമ്മുടെ അനുമോളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ബെഡിൽ കിടക്കുകയാണ്. കാരണം ഇപ്പോൾ അനീഷും അനുമോളും ആണല്ലോ ട്രെൻഡിങ്. അവർ തമ്മിൽ ഒരുമിച്ച് നടക്കുന്നു, സോൾവ് ആക്കാൻ നിൽക്കുന്നു. അത് അനീഷിന് അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് അനീഷ് സൂക്ഷിച്ചാൽ അനീഷിന് കൊള്ളാം. ഈ ഫിനാലയിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ തരത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാനോ ഒന്നിനും പോവാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വേറൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇന്ന് അനുമോളുടെ മറ്റേ ബോക്സിൽ പെട്ടിയിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അനീഷിന് കാണിക്കുകയാണ്. കുറച്ച് ചോക്ലേറ്റൊക്കെ കൊടുക്കാൻ നോക്കുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയുന്നതാണ്. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ പൗഡർ അത് കൊടുക്കാൻ നോക്കുന്നു. അപ്പം അനീഷ് പറഞ്ഞില്ല, എനിക്കിപ്പം വയറ് നിറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പം അനുമോളുടെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട്, പലതും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുകയാണ്, അതൊന്ന് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അതല്ലേ നല്ലത്, ഇനി കുറച്ച് നാളും കൂടെയല്ലേ ഉള്ളൂ ഫിനാലയിലേക്ക് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതായത് നൂറ ആദിലയുടെ ഇത് നൂറ ആദിലയായിട്ട് കൂടുമ്പോൾ അത് നെഗറ്റീവായി വരുന്ന അനുമോക്ക. അതുകൊണ്ട് ബെറ്റർ അനുമോൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. എന്തായാലും അനുമോൾ പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പോയിക്കോളാം, കാരണം ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പം ഞാൻ എൻ്റെ വഴിക്ക് പോകും, എൻ്റെ ഷോ പരിപാടികളും ഹോസ്പിറ്റൽ ഇതൊക്കെ ആയിട്ട് ഞാനങ്ങ് പോകും. അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ നിൽക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും അനുമോൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം അനുമോൾ അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ തന്നെയാണ് അനുമോൾക്കൊരു പോസിറ്റീവ് വരത്തുള്ളൂ, അല്ലാണ്ട് അത് നെഗറ്റീവേ അടിക്കുന്നുള്ളൂ ഇപ്പോൾ. എന്തായാലും അനീഷ് ഇതിൻ്റെ ഇടയിൽ കയറി വീണ്ടും ചീഞ്ഞ് നാറാണ്ടിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്